So here is the first question. Justify the following statements. So we have two statements here. Two magnetic field lines never intersect each other. And second statement, magnetic field lines are closed curves. So we have two statements. So we justify the first statement. Two field lines never intersect each other. The magnetic field lines of force do not intersect one another. If they do so, that at the point of intersection, two tangents can be drawn at that point, which indicates that there will be two different directions of the same magnetic which field. That is, the compass needle point in two different directions, which is not possible. That means if the two lines are intersect, the two magnetic field lines are intersect. At the point of intersection, they have two directions. But we know that magnetic field only one direction. North pole start ചെയ്യും സൗത്ത് പോളിൽ എൻഡ് ചെയ്യും അല്ല പിന്നെ ഇൻസൈഡ് ദ മാഗ്നറ്റ് സൗത്ത് നോർത്തിലേക്ക് പോകും അപ്പോൾ ഒരിക്കലും ഒരു ബാർ മാഗ്നറ്റിന് അറ്റ് എ പോയിന്റ് രണ്ട് ഡയറക്ഷൻ പോസിബിൾ ആവില്ല രണ്ട് ഡയറക്ഷൻ പോസിബിൾ ആയാൽ മാത്രമാണ് അത് ഇന്റർസെക്ട് ചെയ്യുള്ളൂ അപ്പോൾ ഒരു കാരണവശാലും ഇന്റർസെക്ട് ചെയ്യില്ല ഇത് ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ അതിന് ഇങ്ങനെ തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത് ദ magnetic field lines never intersect each other if they intersect at the point of intersection they have two direction it is not possible. Okay, second one, magnetic field lines are closed curves. They diverge from the north pole of a bar magnet and converge its south pole. Inside the magnet, they move from south pole to north pole. In case of a bar magnet, the magnetic field lines start from north and end at south. In the same manner, inside the magnetic field lines start from south and ends north. So the magnetic field lines are closed curves. നോർത്ത് നിന്ന് തുടങ്ങും സൗത്തിൽ അവസാനിക്കും പിന്നെ ഉള്ളിൽ സൗത്ത് നിന്ന് നോർത്തിലേക്ക് വരും അപ്പോൾ ഒരു ക്ലോസ്ഡ് കർവ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് എക്സിസ്റ്റ് ചെയ്യുക ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അങ്ങനെയല്ല പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ക്ലോസ്ഡ് കർവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ അതിന് കാരണം മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നോർത്ത് പോൾ ആയിട്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യില്ല സൗത്ത് പോൾ ആയിട്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യില്ല നോർത്ത് പോളിന് എപ്പോഴും സൗത്ത് പോൾ ഉണ്ടാവും സൗത്ത് പോളിന് എപ്പോഴും നോർത്ത് പോൾ ഉണ്ടാവും ആ ഒരു കാരണം കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്തായിരിക്കും ക്ലോസ്ഡ് കർവ്സ് ആയിരിക്കും. സെക്കൻഡ് വൺ, what is meant by the term frequency of alternating current and what is its value in India? Why is alternating current considered to be advantage over direct current for a long range transmission of electric energy? Frequency means number of cycles per second. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ഉണ്ടാവുന്നു അതിന് ഫ്രീക്വൻസി എന്ന് പറയാം. ഇന്ത്യയിൽ 50 ഹെർട്സ് ആണ് ഉള്ള വരുന്ന എ സിയുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ദാറ്റ് മീൻസ് 50 സൈക്കിൾസ് പെർ സെക്കൻഡ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫോർ ലാർജ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് അഡ്വാൻറ്റേജ് എന്ന് പറയാൻ കാരണം പവർ ലോസ് ഇല്ലാതെ ഇലക്ട്രിക് പവർ ലോസ് ഇല്ലാതെ ഒരുപാട് ദൂരം എ സിയെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും കാരണം എ സി വോൾട്ടേജ് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കഴിയും അപ്പോൾ വോൾട്ടേജ് അപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കറണ്ട് ഡൗൺ ആവും അപ്പോൾ ഹീറ്റ് H=I²RT ആണ് ഐ കുറയുമ്പോൾ ഹീറ്റ് കുറയും അപ്പോൾ ഹീറ്റ് ലോസ് എനർജി ലോസ് കുറയും അപ്പോൾ ഒരുപാട് ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യാൻ എനർജി ലോസ് ഇല്ലാതെ കഴിയാൻ പറ്റും അത് ഈ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന കാരണം കൊണ്ടാണ് ഡി സിക്ക് അത് കഴിയില്ല അപ്പോൾ ഡിജിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ലാർജർ എമൗണ്ട് ഓഫ് എനർജി ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും അപ്പോൾ അവിടെ ഇലക്ട്രിക് പവർ ലോസ് ഉണ്ടാവും പക്ഷേ എസിൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല കാരണം അത് സംഭവിക്കാത്തതിന് കാരണം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ലാർജ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യം എസിൻ്റെ വോൾട്ടേജ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് കറണ്ട് കുറയുമ്പോൾ ജൂൾസ് ലോ പ്രകാരം H=I²RT ആണ് ഐ കുറഞ്ഞ ഹീറ്റ് ലോസ് കുറയും ഒരുപാട് ദൂരം എന്ത് ചെയ്യാൻ പറ്റും എ സിക്ക് ഇലക്ട്രിക് പവർ ലോസ് ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയും അതുകൊണ്ടാണ് ലാർജ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ അതാണ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് എ സി എന്ന് പറയുന്നത്. What is an electromagnet? Write two uses of an electromagnet. They are type of magnet in which the magnetic field is produced by an electric current. That is, when current is passed through a solenoid, it behaves as a magnet and is called electromagnet. And two uses is using electrical device like motors, generator, etc. And also using to lift heavy iron pieces. Iron pieces മാത്രമല്ല മെറ്റൽ ബോഡീസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇലക്ട്രോമാഗ്നറ്റ് ഉപയോഗിക്കാം. ഇലക്ട്രോമാഗ്നറ്റ് simply a solenoid ആണ്. We all know that when the current passes through a solenoid, it acts as a bar magnet. അപ്പോൾ ഒരു സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സോളിനോയിഡ് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റ് ആവും കറണ്ട് റിലീസ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് ലൂസ് ചെയ്യുമെന്ന് അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഹെവി ഒബ്ജക്ട് ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കറണ്ട് കൊടുക്കുന്നു അപ്പോൾ ലിഫ്റ്റ് ചെയ്യും ഹൈ മാഗ്നറ്റിക് ഫീൽഡ് വരും അത് ഒബ്ജക്റ്റ് ആയിട്ട് അട്രാക്ട് ആവും ലിഫ്റ്റ് ആയിട്ട് എവിടെയാണ് വെക്കേണ്ടത് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് അതിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്ത് ചെയ്യും അട്രാക്ഷൻ വിടും അപ്പോൾ ആ ഒബ്ജക്റ്റ് അവിടെ ഡ്രോപ്പ് ചെയ്യും ഇതാണ് ഹെവി അയൺ പീസസിനൊക്കെ അല്ലെങ്കിൽ ഹെവി മെറ്റൽ ബോഡിയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇപ്പം മോട്ടോഴ്സിലും ജനറേറ്റേഴ്സിലും ഇതേ പ്രിൻസിപ്പിളാണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം കറണ്ട് ഒരു കോയിലൂടെ പാസ് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡാണ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാരണം കൊണ്ടൊക്കെ നമ്മൾ ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ പഠിച്ചൊരു കാര്യമാണ്
അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോളിനോയിഡ് ആണ് ശരിക്കും ഇലക്ട്രോമാഗ്നറ്റ് ആക്ട് ചെയ്യുന്നത്. വെൻ കറണ്ട് പാസ് ത്രൂ സോളിനോയിഡ് ഇറ്റ് ആക്ട് ആസ് എ മാഗ്നറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ സോളിനോയിഡ് ഇസ് ഇക്വാലന്റ് ടു എ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞാലും സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ സിമിലർ ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. ക്ലിയർ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി വി ക്യാൻ യൂസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അതിന്റെ ഡയറക്ഷൻ കാണുകയും ചെയ്യാം. ദ ക്ലോസ്ഡ് ഫിംഗർ ഇൻഡിക്കേറ്റ്സ് കറണ്ട്, ദ തമ്പ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസൈഡ് ദ സോളിനോയിഡ് വി ഹാവ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, സോ ഇറ്റ് ഷുഡ് ബി പാരലൽ, സ്ട്രെയിറ്റ് ആൻഡ് ഇക്വി ഡിസ്റ്റൻസ് as same as the bar magnet. The MCB of a Ruba's room is tripped and keeps on tripping again and again. If it is domestic circuit, what could be the reason for this phenomena? So the reason could be a short circuit, which is resulting in a high level of current to pass through the MCB, which is resulting in a trip every time. അപ്പോൾ ഏതെങ്കിലും സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുണ്ടാകും. ദാറ്റ് മീൻസ് എന്താണ്, ഫേസും ന്യൂട്രലും കൂടി അവിടെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു ഹൈ കറണ്ട് എന്ത് ചെയ്യും, അവിടെ പാസ് ചെയ്തിട്ടാണ് ട്രിപ്പ് ആവുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. എല്ലാ സ്വിച്ചസും ഓഫ് ചെയ്യുക, എന്നിട്ട് ട്രിപ്പ് MCB ഒന്ന് ഓൺ ചെയ്യുക, എന്നിട്ട് ഓരോ സ്വിച്ച് ആയിട്ട് ഓൺ ചെയ്ത് നോക്കുക, ഏത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് വീണ്ടും ട്രിപ്പ് ആവുന്നത്, അപ്പോൾ ആ സ്വിച്ചാണ് കംപ്ലൈന്റ് ആയിരിക്കും, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു ലാർജ് കറണ്ട് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് വരുമ്പോൾ ആണ് ആ MCB വെറുതെ അത് ട്രിപ്പായി പോകുന്നത്. State in three appliance that function of Fleming's left hand rule. Fleming's left hand rule already നമ്മൾ പഠിച്ചാണ്. FBI, thumb indicates the force, B, the forefinger indicates the magnetic field, and the middle finger indicates the current. Fleming's left hand rule. So we have lots of applications are there. Induction motor, generator, electric motors are the examples for appliance that functions on the Fleming's left hand rule. ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്ററിലൊക്കെ നമുക്ക് ആ കോയിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. Short circuit occurs when there is a fault between the lines to earth, and overload occurs when the equipment drawn the current. The question is this: difference between short circuiting and overloading. എന്താണ് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ് തമ്മിൽ വ്യത്യാസം? അപ്പോൾ ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് എന്താണ്, when there is a fault between the line to earth, and overload occurs when equipment draws excess current from the supply. Short circuit usually takes place when neutral and live wire touches each other, and overload occurs when number of devices joined a single socket and more. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ലൈനിലും എർത്തിലൊരു എന്താണ് ഒരു ഫോൾട്ട് വരും, കാരണം എക്സസ് കറണ്ട് വരുമ്പോൾ എർത്തിലേക്ക് ഡ്രൈവ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് വരുന്നത്. ഓവർലോഡ് മീൻ എന്താണ്, ഒരു ഹെവി കറണ്ട് എക്യുപ്മെന്റ് ഡ്രോ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓവർലോഡ് വരുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് യൂസ്വലി വരാൻ സംഭവിക്കാൻ കാരണം ന്യൂട്രലും ലൈൻ ഫേസ് ലൈനും കൂടി കോൺടാക്ട് ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പോൾ പ്രോപ്പർ എർത്തിങ് ആവുക, എർത്തിലേക്ക് എന്ത് ചെയ്യുക, ഹൈ കറണ്ട് ഡ്രൈവ് ചെയ്ത് പോകും, അപ്പോഴാണ് MCB ട്രിപ്പ് ആവുക. അതാണ് ഷോർട്ട് സർക്യൂട്ടിങ്. ഓവർലോഡിങ് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സോക്കറ്റിൽ തന്നെ ഒരുപാട് കണക്ഷൻസ് കുത്തിക്കഴിഞ്ഞാൽ ഹെവി കറണ്ട് എന്ത് ചെയ്യും, അതിൽ ഡ്രോ ചെയ്യും. അപ്പോൾ ഹെവി കറണ്ട് ഡ്രോ ചെയ്യുമ്പോൾ ഹീറ്റ് അപ്പ് ചെയ്യും, അവിടെ ഓവർലോഡിങ് എന്ന ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് മീൻസ് ശരിക്കും സംഭവിക്കുന്നത് പ്രോപ്പർ എർത്തിങ് അല്ലാതാണ്. പിന്നെ ഓവർലോഡിങ് വരുന്നത് ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സോക്കറ്റിൽ നമ്പർ ഓഫ് ഡിവൈസസ്, ഒരുപാട് ഡിവൈസസ് കണക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓവർലോഡിങ് ഒക്കെ അറിയുന്നത്. ആൻഡ് what is a fuse, and what material is used for makes to fuse wire. അപ്പോൾ ഇലക്ട്രിക് ഫ്യൂസ് സിംപ്ലി പീസ് ഓഫ് വയർ ആണ്, ഓഫ് മെറ്റീരിയൽ ഹാവിംഗ് ലോ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റൻസ് ആണ്. The device protect the current from a overloading and short circuiting. A fuse is made up of pure thin or an alloy of copper and tin. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫ്യൂസ് എന്ന് പറയുന്നത് ചെറിയൊരു വയറാണ്. നമുക്കറിയാം അതിൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ലോ മെൽറ്റിംഗ് പോയിന്റ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് മെൽറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകണം. അല്ലാതെ ബ്രേക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ കറണ്ട് നമ്മുടെ സർക്യൂട്ടിലേക്ക് വരും, സർക്യൂട്ടിന് എന്താവും, അത് ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ എപ്പോഴും ഫ്യൂസ് വയർ നമ്മൾ എന്ത് ചെയ്യുക, സീരീസ് ആയിട്ടാണ് അറ്റ് ദ ബിഗിനിങ്ങിലാണ് കണക്ട് ചെയ്യുക. അപ്പോൾ അതിന് ഹൈ എന്താണ് റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പൊതുവേ ഉപയോഗിക്കുക നമ്മൾ പ്യുവർ ടിൻ വയേഴ്സോ അല്ലെങ്കിൽ അലോയോസോ കോപ്പർ ആൻഡ് ടിൻ ആണ് ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴും ഫ്യൂസ് വയർ കിട്ടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കും, വളരെ തിന്നായിട്ട് നമ്മൾ കിട്ടുക. ഒരുപാട് കുറേ വയേഴ്സ് ഒരുമിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഫ്യൂസ് വയർ മെൽറ്റ് ആവില്ല. അപ്പോൾ അത്രയും ഹെവി ആയിട്ട് നമ്മുടെ ഡിവൈസിലേക്ക് വരുന്നത്, ആ ഡിവൈസ് എന്താവും, അത് ബ്രേക്ക് ആയി പോകും. ആൻഡ് ഗീവ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഇലക്ട്രിക് മോട്ടോഴ്സ് ആണ്. In these motors, current flow through the coil of the motors. This coil are placed between the two magnetic poles, which produce the മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ടാകും, ആ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യും, ഒരു കോയിൽ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ കോയിൽ എന്ത് ചെയ്യും, ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ടോർക്ക് അത് കറങ്ങും. അപ്പോൾ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്നതാണ് ഇലക്ട്രിക് മോട്ടോർ.